അപ്പൊ നമുക്കറിയാം ഇന്ന് യെസ് ഗുഡ് മോർണിംഗ് ജിഷ്ണു സർ. ഇന്ന് സൺഡേ സെഷൻ ആണ്. EFT പ്രാക്ടീസ് ചെയ്തവര്, ആ കോഴ്സ് ചെയ്തവര് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന സെഷൻ ആണ്. സോ നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. ഇന്നത്തെ ഗസ്റ്റ് സമയ മാം ആണ്. സമയ മാം, വെൽക്കം. യെസ്, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആൻഡ് മാമിനൊന്ന് ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ആ എൻ്റെ പേര് സമയ. ഞാൻ സൈക്കോളജിയിൽ ബാച്ചിലേഴ്സ് ചെയ്യുവാണ് ഒഡീഷയിൽ. കഴിഞ്ഞ ജൂണിലാണ് ഞാൻ EFT ചെയ്യുന്നത്. ഓക്കെ, അപ്പോ EFTയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ മാം ലൈഫിൽ അനുഭവിച്ച ചാലഞ്ചസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നാണ് മെയിൻ ആയിട്ട് ചലഞ്ചസ് അനുഭവിച്ചിട്ടുള്ളത്. അവർ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു, മനസ്സിലാക്കില്ലായിരുന്നു. അതുപോലെ എനിക്ക് ആങ്കർ മാനേജ്മെന്റ് ഒട്ടും പറ്റത്തില്ലായിരുന്നു. ഒരുപാട് ബോഡി ഷെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട് പാരന്റ്സിന്റെ അടുത്തുനിന്ന്, കരാട്ടെ പഠിപ്പിച്ചിരുന്ന സാറിന്റെ അടുത്തുനിന്ന്. അതുപോലെ ഞാനൊരു ഫെയിലർ ആണ് എന്നായിരുന്നു എൻ്റെ ഉള്ളിലെ ബിലീഫ്. എന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഞാൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ട് പൊതുവെ എനിക്ക് എല്ലാവരോടും പേടിയായിരുന്നു. ഒരു കാര്യം സംസാരിക്കാൻ പേടി. എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ ഇവരെന്ത് വിചാരിക്കും, ഞാനിതിവിടെ പറഞ്ഞാൽ ശരിയാവോ. പിന്നെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഒന്നിനും കൊള്ളില്ല. എപ്പോഴും എന്തൊരു ചലഞ്ച് ലൈഫിൽ വരുമ്പോഴും ഞാൻ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്താണ് സംസാരിക്കാറുള്ളത്. ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഇത് എന്നെ കൊണ്ട് ചെയ്ത് നോക്കിയിട്ട് ഇത് പറ്റില്ല അല്ലെങ്കിൽ പറ്റും, അങ്ങനെയില്ല. ചലഞ്ച് വന്നു കഴിഞ്ഞാൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാരന്റ്സിന്റെ അടുത്തൊന്നും പാരന്റ്സ് ഒട്ടും മനസ്സിലാക്കില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. എന്റെ പീരീഡ്സിന്റെ സമയത്ത് മൂഡ് സ്വിങ്സ് മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് വളരെ മോശമായിട്ട് ബ്രേക്കപ്പിലേക്ക് എത്തി. അങ്ങനെ ഞാൻ ആദ്യത്തെ ഡേ ഷാഫി സാറിനോട് പറഞ്ഞത് എനിക്ക് ഇനി ലൈഫ് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്, ഞാൻ എന്തിനാ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സാറ് പറഞ്ഞു EFT ചെയ്തിട്ട് 12 ദിവസം കഴിയുമ്പോഴേക്കും നിന്റെ ഈ തോട്ട് ഞാൻ ഉറപ്പായിട്ടും മാറ്റിത്തരും എന്ന് പറഞ്ഞു. എൻ്റെ അത് മാറി. 12 ദിവസം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നീടാണ് എന്റെ ഉള്ളിലായിരുന്നു ഇഷ്യൂസ്, എനിക്കായിരുന്നു ട്രോമ. എന്റെ ഉള്ളിലെ ട്രോമ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചലഞ്ചസ് ലൈഫിൽ ഫേസ് ചെയ്യുന്നത്. റൂട്ട് കോസ് കണ്ടെത്താൻ പറ്റി. അങ്ങനെ ഒരുപാട് രീതിക്ക് മാറി. എവറിത്തിങ് ചേഞ്ച്ഡ് വിത്തിൻ 12 days ഓഫ് റെഗുലർ പ്രാക്ടീസ്. എവറിത്തിങ്. ദാറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, സെൽഫിനെ പറ്റിയിട്ട് നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ സെൽഫിനായിട്ട്? ഇല്ല ഇല്ല ഓക്കെ, ഇല്ല ഇല്ല. അപ്പോ എപ്പോഴാണ് EFTയിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ എനിക്ക് ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാകും എന്ന് കൺവിൻസ് ആയത് എപ്പോഴാണ്? ഞാൻ എന്റെ അമ്മ, അമ്പിളി എന്നാണ് പേര്. അമ്മ EFTയിൽ ജോയിൻ ചെയ്തിരുന്നതാ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് ബാച്ചില്. അപ്പൊ അമ്മയാണ് പറഞ്ഞത് നീ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് ആദ്യത്തെ ഒരു ദിവസം എന്നോട് അമ്മ പറഞ്ഞു നീ ഇതിൽ കയറ്, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലെങ്കിൽ നീ കയറണ്ട, പിന്നെ നാളെ തൊട്ട് നീ കയറണ്ടെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാനും അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഓക്കെ വേണ്ട. എന്റെയും വിചാരം എനിക്കൊന്നും വർക്കാവില്ല എന്നാണ്. ഞാൻ എന്ത് ചെയ്താലും എനിക്കിതൊന്നും വർക്കാവില്ല, അല്ലെങ്കിൽ എന്റെ ലൈഫ് സഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അമ്മ പറഞ്ഞപ്പോഴേക്കും എനിക്കും ഭയങ്കര പുച്ഛായിരുന്നു. അത് കഴിഞ്ഞ് കേറി ആദ്യത്തെ ഒരു കുഞ്ഞിലെ ഉണ്ടായിരുന്ന ചെറിയ ഇൻസിഡന്റ് ഞാൻ ഹീലായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഓക്കെ, ദിസ് ഇസ് സംതിങ് ഗ്രേറ്റ്, നല്ലതാണെന്ന് എനിക്ക് അപ്പോഴാ വിശ്വാസം വന്നു തുടങ്ങിയത്. അപ്പൊ തൊട്ട ഓക്കെ, സോ അതില് ആ ഒരു 12 ഡേയ്സിൽ നല്ല ചേഞ്ചസ് വന്നു എന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് ഇങ്ങനെ ഓക്കെ, അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഹീലിംഗ് ചെയ്തിരുന്നോ? സാറിന്റെ കൂടെ ടാപ്പിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഡിഫറൻസസ് ഫീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. ആദ്യത്തെ ടൈമിൽ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ ചെറിയ ചെറിയ ട്രോമാസ് എല്ലാം എടുക്കുള്ളൂ. അത് ഞാൻ എടുക്കുമ്പോ തന്നെ ഫസ്റ്റ് ടൈം ടാപ്പ് ചെയ്യുമ്പോഴേ ഹീൽ ആകുമായിരുന്നു. അപ്പൊ തൊട്ട് വിശ്വാസം വന്നു തുടങ്ങി, ഓക്കെ എനിക്ക് ഹീൽ ആവുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്.
പിന്നെ പിന്നെ മേജർ ആയിട്ടുള്ള ട്രോമ മെന്ററിന്റെ ഹാജിറ മാം ആയിരുന്നു എന്റെ മെന്റർ. മാമിന്റെ കൂട്ടത്തില് ഹീൽ ചെയ്ത സമയത്തും എനിക്ക് വർക്ക് ആകാൻ തുടങ്ങി. ഹീലിംഗിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. പല ആസ്പെക്ട്സും മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നെടുത്ത് ഹീൽ ചെയ്ത് ശരിയായി. ഇതിൽ ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ, എനർജി മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. സോ ഏതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? സെൽഫ് ഫോർഗീവ്നെസ് ആണ് എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് ഫ്രം ദ ബിഗിനിങ് സെൽഫ് ഫോർഗീവ്നെസ് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ ഒരുപാട് ഹേറ്റ് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇതെല്ലാം എന്റെ എനർജിയിലുള്ള ഇഷ്യൂ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ അനുഭവിച്ച ട്രോമ കൊണ്ടാണ് എനിക്കിപ്പോ കറന്റ്ലി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതെന്ന് സാറിന്റെ സെഷൻ വഴിയാണ് എനിക്ക് മനസ്സിലായത്. സെൽഫ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, ഞാനും ഹ്യൂമൻ ബീയിങ് ആണ്, എനിക്ക് തെറ്റ് പറ്റും, ബട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് മനസ്സിലായി. അങ്ങനെ അത് കുറെ തവണ റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്റെ എനർജിയിൽ കുറച്ച് ഡിഫറൻസസ് വരാൻ തുടങ്ങി. പിന്നെ അത് സെൽഫ് ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞല്ലോ. സോ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അങ്ങനെ ആ ഉണ്ടുണ്ട്, ഡെയിലി ചെയ്യുന്നുണ്ട്. വേറെ ഏതൊക്കെ ടൂൾസ് ആണ് ഡെയിലി കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യാറുള്ളത്? ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും, ട്രോമ ഹീലിംഗ് ചെയ്യും, അഫർമേഷൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, പിന്നെ മിറർ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ടൈം കിട്ടുന്നതനുസരിച്ച് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അഫർമേഷൻസും റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അതിൽ നിങ്ങൾ പറഞ്ഞ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്? ലിമിറ്റിംഗ് ബിലീഫ്സ് കറന്റ്ലി അനുഭവിക്കുന്ന ട്രോമ കുഞ്ഞിലെ എന്റെ മെന്ററിന്റെ കൂടെ ഹാജിറ മാമിന്റെ കൂടെയാണ് ഞാൻ അത് ലിമിറ്റിംഗ് ബിലീഫ് ഇതായിരിക്കും എന്ന് മനസ്സിലായത്. കുഞ്ഞിലെ അനുഭവിച്ചിരുന്ന ഒരുപാട് പ്രശ്നത്തിൽ നിന്നാണ് എന്റെ ഉള്ളിൽ ഒരു ബിലീഫ് ഉണ്ടായത്. അപ്പൊ അതിന്റെ എനർജി ആയിട്ടാണ് എനിക്കിപ്പോ മാച്ച് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നതെന്നും മനസ്സിലായപ്പോഴേക്കും അങ്ങനെയാണ് മാം ആണ് ആക്ച്വലി എന്റെ ലിമിറ്റിംഗ് ബിലീഫ്സ് എനിക്ക് പറഞ്ഞു തന്നത്. ഇതാണ് ഇത് നീ അനുഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബിലീഫ് ഉണ്ടായത്. അവിടെ നിന്നാണ് കറന്റ്ലി നീ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? മുന്നേ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ പറ്റി. ഓക്കെ. അപ്പോൾ മാമിന്റെ ഹാജിറ മാം ആണ് മെന്റർ എന്ന് പറഞ്ഞിരുന്നു. സോ ഹൗ വാസ് ഹെർ സപ്പോർട്ട്? ഷി വാസ് വെരി 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 സപ്പോർട്ടീവ്. ഞാൻ മടി കാണിച്ചിരുന്ന സമയത്തും എനിക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന സമയത്തും, നമ്മളിപ്പോ ട്രോമ ഹീലിംഗ് ഒരു തവണ ഒരു ട്രോമ ചെയ്താൽ ചിലപ്പോൾ ഹീൽ ആവില്ല, 2-3 തവണ ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്തെല്ലാം മാം ആണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, സാരമില്ല, നിനക്ക് വർക്ക് ആകും, നീ വർക്ക് ആവില്ല എന്നുള്ളൊരു ബിലീഫ് എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും മാം ആണ് എന്റെ കാര്യത്തിൽ എന്നെ ഹീൽ ചെയ്യണമെന്ന് എന്നെക്കാൾ നിർബന്ധം ഉണ്ടായിരുന്നത് മാമിനായിരുന്നു. എന്റെ വീട്ടിൽ നമ്മൾ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം ഓക്കെ ആണോ, എനർജി ലെവൽ എങ്ങനെയുണ്ടെന്ന് കണ്ടിന്യൂസ്ലി എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് മാമാണ്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ഹെർ. ആൻഡ് താങ്ക് യു സോ മച്ച് ഹാജിറ മാം. മാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഇഷ്യൂസ് ഹീൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ എന്റെ ബെസ്റ്റ് വേർഷനിലേക്ക് ഞാൻ എന്റെ ഉണ്ടായിരുന്നത് മാം ആയിരുന്നു. എപ്പോഴും എന്റെ എനർജി ലെവൽ ഡൗൺ ആയിരിക്കുന്ന സമയത്തും മാം ആണ് വിളിച്ച് മോട്ടിവേഷൻ തന്നുകൊണ്ടിരുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റും, നീ വിചാരിക്കുന്ന പോലെ ഇതത്ര പാടൊന്നുമല്ല, നിനക്ക് ഹീൽ ആകാം, നീ ലൈഫിൽ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ മേജർ ട്രോമ എല്ലാം മാം ആണ് ഹീൽ ചെയ്ത് തന്നത്. ഐ എം വെരി താങ്ക്ഫുൾ ടു ഹെർ. സോ ഭയങ്കര മിറാക്കുലസ് ആയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നോ? ഇത് ഒരിക്കലും മാറൂല എന്ന് വിചാരിച്ച എന്തെങ്കിലും സംഭവങ്ങൾ പെട്ടെന്ന് മാറ്റം വന്നപ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഹാജിറ മാമായിട്ടുള്ള ഒരു പേഴ്സണൽ സെഷനിൽ ഞാൻ ആർട്ട് ഓഫ് ലിവിംഗിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് കുഞ്ഞുനാളിലെ തൊട്ടേ. അപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ പാമ്പിനെ കാണുമായിരുന്നു. അതെനിക്ക് ഭയങ്കര പേടിയാ. ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ കണ്ണു തുറക്കും. എനിക്ക് അത്രയും ട്രോമ ആയിരുന്നു അത്. ഇത് ഞാൻ മാമിനോട് പറഞ്ഞപ്പോഴേക്കും മാം ആണ്, ഇത് കുറെ നേരം എടുത്തിട്ടാണ് ഞങ്ങൾ ഹീൽ ചെയ്ത, മാം ആണ് റൂട്ട് കോസ് കണ്ടുപിടിച്ച് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലൈഫിൽ ഇന്നേ വരെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ അത് കണ്ടിട്ടില്ല, ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല. 2 തവണ
അതൊരു പേഴ്സണൽ സെഷനിലാണ് ഹീലായ. 2 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഹീലായി, കംപ്ലീറ്റ്ലി ഹീലായി. അപ്പൊ ഓക്കെ, ദിസ് ഇസ് സംതിങ് വാവ്. എന്റെ മെഡിറ്റേഷൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നെ പാമ്പ് ഇതുപോലെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ കാണുമായിരുന്നു. പ്രാക്ടീസിന്റെ ഇടയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. അതൊരു ഒറ്റ സെഷൻ കഴിഞ്ഞപ്പോഴേക്കും അത് മാറി, കംപ്ലീറ്റ്ലി ആ ട്രോമ ക്ലിയർ ആയി. അപ്പോ കൂടുതൽ ബിലീഫ് വന്നില്ല, ഇത് വർക്ക് ആവും എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ബിലീഫ് വന്നു. അപ്പൊ അതെ, അങ്ങനെ അതെ. സെൽഫായിട്ട് ഇങ്ങനെ ട്രോമ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോ സെൽഫായിട്ട് ട്രോമ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ട്രോമ എടുക്കുമ്പോഴും എനിക്കൊരു ബിലീഫ് ഉണ്ട്, എന്നെ കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആഹ് ഇത് എന്റെ റൂട്ട് കോസ് ഞാൻ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ഇഷ്യൂസ് ആണ്. അപ്പം അതിന്റെ റൂട്ട് കോസും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻസ് എഴുതുന്നുണ്ട്. ഇതെല്ലാം എന്റെ ട്രോമ ഹീലിംഗിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിൽ ട്രോമ ഹീലിംഗ് ചെയ്യുമ്പോഴും ഇപ്പോ റീസെന്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ട്രോമ ഹീലിംഗ് ചെയ്യുമ്പോഴും ഡിഫറൻസസ് കാണാൻ പറ്റുന്നുണ്ടോ? Like പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട്. ഹീലിംഗ് പോലെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? പെട്ടെന്ന് ഹീൽ ആവുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ മേജർ ആയിട്ടുള്ള ട്രോമ എല്ലാം ഞാൻ ആ സെഷനിൽ 12 ദിവസത്തെ നമ്മുടെ സെഷനിൽ ഞാൻ എടുത്തായിരുന്നു. ഇപ്പം ചെറുതായിട്ടുള്ള ട്രോമ എല്ലാം എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ തന്നെ സീറോയിലേക്ക് എത്തുന്നുണ്ട് ഇന്റൻസിറ്റി. ഓക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അമ്മയാണ് ഈ എഫ്ഡിക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സോ നിങ്ങളിലുള്ള ചേഞ്ചസ് അമ്മക്ക് അമ്മ പറയാറുണ്ടോ? ആ ചേഞ്ചസ് ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ അവർക്ക് കാണാൻ പറ്റാറുണ്ടോ? അവരെന്തെങ്കിലും പറയാറുണ്ടോ? ആഹ് അമ്മ അമ്മ എന്നോട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. ചിലപ്പോ എന്നോട് അങ്ങനെ പറയാറില്ല. എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, സമയ പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടെ ചില്ല എന്നാണ് അവർ പറയാറുള്ളത്. ഞാൻ പണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ചിരിക്കില്ല, അധികാരോടും സംസാരിക്കില്ല. ഇപ്പൊ ഞാൻ ഞാൻ നന്നായിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പുറത്തു പോയി കഴിഞ്ഞാലും എന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടായിരിക്കും പണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അതില്ല ഇതില്ല. പക്ഷെ ഇപ്പം ലൈഫിലുള്ള കാര്യങ്ങളിൽ ഐ എം വെരി ഹാപ്പി. ഫ്രണ്ട്സ് പറയാറുള്ളത് ഞാൻ കുറച്ചുകൂടെ ചില്ലായി, കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി അവരുടെ കൂട്ടത്തില്. പിന്നെ എന്റെ വൈബ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് കോളേജിൽ വന്ന സമയത്ത്. ഇപ്പോ പഴയ ഒരു സമയ മാമും പുതിയൊരു സമയ മാമും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? പഴയ സമയം ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഭയങ്കര തൊട്ടാവാടിയായിരുന്നു പണ്ട്. ആരെന്ത് പറഞ്ഞാലും ഞാൻ കരയും. എല്ലാത്തിനും ദേഷ്യം, എന്റെ ലൈഫിൽ എന്താ ഇങ്ങനെ അങ്ങനെ. എന്തൊരു സ്ട്രഗിൾ വന്നാലും എന്റെ ലൈഫിൽ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം കുറച്ച് ബോൾഡ് ആയിട്ടുണ്ട്. പിന്നെ എന്നെ ഞാൻ എന്നോടുള്ള സെൽഫ് ലവ് കൂടിയ സമയത്താണ് മറ്റുള്ളവർക്കും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ഒരു ബിലീഫ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോ ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ മൈ സെൽഫ്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോ താൻ പറഞ്ഞല്ലോ ഇതില് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. സോ അതിന്റെ ഒരു ആൻസർ കിട്ടിയോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്, അല്ലെങ്കിൽ എന്തിനാണ്, വൈ ആം ഐ എക്സിസ്റ്റിംഗ് എന്നുള്ളതിന്റെ ഒരു ആൻസർ കിട്ടിയോ? അത് സെഷനിൽ തന്നെ ഷാഫി സാർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അതും ഇതുപോലെ ഹീൽ ചെയ്ത് ഒരുപാട് ട്രോമ കളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഷാഫി സാർ പറഞ്ഞ അതേ ആൻസർ ആയിരുന്നു എന്റെ ഉള്ളിലും ഉണ്ടായിരുന്നത്. എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് സാറ് പറഞ്ഞത്, ഐ എം എക്സിസ്റ്റിംഗ് ടു ഹീൽ പീപ്പിൾ. ഐ എം ഹിയർ ടു ഹെൽപ്പ് ദ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. അത് തന്നെയാണ് ഞാൻ ഹീൽ ചെയ്ത് മേജർ ഒരു ട്രോമ ഹാജിറ മാമോട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ആൻസർ അത് തന്നെയാണ്, ഐ എം ഹിയർ ടു ഹെൽപ്പ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ദാറ്റ് വാസ് ഗുഡ്. സോ ഒരു ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ ലൈഫിൽ? എന്ത് വേണം എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയോ? കിട്ടി. അതും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതും ഇപ്പൊ എന്റെ കറന്റ് പ്രൊഫഷനുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്.
അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഗോൾസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓവർ തിങ്കിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ? സോ ഉണ്ടായിരുന്നു. ഞാനാണ് ഹീൽ ചെയ്ത് കളഞ്ഞത്, കാരണം ഒരുപാട് പേര് അങ്ങനെ ആ ഒരു ഓവർ തിങ്കിങ് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ട്. സോ മാം എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത്? ഓവർ തിങ്കിങ് ഇഷ്യൂസ് ഞാൻ ട്രോമ ഹീലിംഗ് വെച്ചിട്ട് തന്നെയാണ് അത് ഹീൽ ചെയ്തത്. എന്തെങ്കിലും ഒരു ട്രോമ റിലേറ്റഡ് ആയിരിക്കാം എന്റെ ഓവർ തിങ്കിങ്. അത് ഞാൻ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. ട്രോമ ഹീലിംഗ് റെഗുലർ ആയിട്ട് ചെയ്തു. റൂട്ട് കോസ് കണ്ടുപിടിച്ചു, അത് ഹീൽ ചെയ്തു. മേജർ ആയിട്ടുള്ള ഒരുപാട് ട്രോമ ഹീൽ ചെയ്തപ്പോ തന്നെ എന്റെ ഓവർ തിങ്കിങ് കുറഞ്ഞു, നന്നായിട്ട് കുറഞ്ഞു. ഇപ്പൊ അങ്ങനെ അധികം ഓവർ തിങ്കിങ് എനിക്ക് വരാറില്ല. ഇപ്പോ ഇവിടെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ പലരും പല ഇഷ്യൂസും ഫേസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തിനു ജീവിക്കുന്ന ഒരു ഹോപ്പും ഇല്ലാതെ നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ല, അത് പെർമനന്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ട്. സോ അവരുടെ അടുത്തൊക്കെ എന്താണ് മാമിന് പറയാനുള്ളത്? കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഇത് റെഗുലർ ആയിട്ട് ചെയ്യണം. പിന്നെ എന്താ പറയണ, നമുക്ക് എല്ലാം ഓക്കെ ആകും ഫൈനലി. കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രോമകളും നമുക്ക് ഒരുപാട് ഹീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മുടെ എനർജി ലെവലിലാണ് ഇഷ്യൂ. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രാക്ടീസ്, അത് റെഗുലർ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന അത്രയും. ഇപ്പൊ എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല എല്ലാ ദിവസവും എല്ലാം ചെയ്യാനായിട്ട്. പക്ഷെ ടൈം പോലെ എല്ലാം റെഗുലർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വൺ ഡേ എവറിത്തിങ് വിൽ ബി പോസിബിൾ. ഇതില് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വേർത്ത് ആയോ, അല്ലെങ്കിൽ അത് ഒരുപാട് നന്നായിട്ട് വർത്ത്. പലരും ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടാവും, ഇത്രയും എമൗണ്ട് വെച്ചിട്ട് ഇത് ചെയ്തിട്ട് എനിക്കിത് യൂസ്ഫുൾ ആവോ, അല്ലെങ്കിൽ ആ ഒരു പൈസ വെറുതെ വേസ്റ്റ് ആയി പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ഇല്ല. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇത് ലൈഫ് ടൈം നിങ്ങൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരിക്കലും വേസ്റ്റ് ആയി പോയിട്ടില്ല. അത് നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണിത്. അപ്പൊ അതിന് നിങ്ങളുടെ ഒരുപാട് ട്രോമകൾ ഹീൽ ആവണം. പിന്നെ നമ്മുടെ ലൈഫിൽ എന്തൊരു ചലഞ്ച് വരുമ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ എനർജി ലെവലിലാണ് ഇഷ്യൂ. എന്റെ എനർജി ഇത്രയും ലോ ആയതുകൊണ്ടാണ് എന്റെ ലൈഫിലേക്ക് ഈ ചലഞ്ച് വന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കാനുള്ള പ്രാക്ടീസസ് ആണ് എല്ലാം. ഇത് റെഗുലർ ആയിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ഒരുപാട് വ്യത്യാസം വരും. വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചെയ്യില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, സോ വേറെ കുറെ ടെക്നിക്സുകൾ കാണാൻ പറ്റും. സോ അതും EFTയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? സൈക്കോളജിയിലുള്ള നമ്മുടെ ടെക്നിക്സ് എനിക്ക് തോന്നുന്നത് അത് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെക്നിക്സിന് മാറ്റം വരുത്തും. അതായത് എപ്പോഴും ക്ലയന്റ് സെന്റേർഡ് ആയിട്ടാണ്. ക്ലയന്റിന് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം EFT എനിക്ക് തോന്നുന്നു ജനറലി എല്ലാവർക്കും പറ്റുന്നതാണ്. സൈക്കോളജി എല്ലാവർക്കും പറ്റില്ല എന്നല്ല, അത് നമ്മൾ ക്ലയന്റിനനുസരിച്ച് ചേഞ്ച് വരുത്തും. EFT അങ്ങനെ ഒരാൾക്ക് ചേഞ്ച് വരുത്തണ്ട. ഇത് ഒരു ടെക്നിക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ഫോർ എവറി ഇഷ്യൂസ്. നമ്മൾ എഴുതുന്ന അഫോമേഷൻസിലും ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഇപ്പം ലൈഫിൽ എനിക്ക് ലൈഫിൽ വേണ്ടതായിരിക്കില്ല വേറൊരാൾക്ക് വേണ്ടത്. അപ്പൊ അഫോമേഷൻസിൽ മാറ്റം വരുത്തും. പിന്നെ സൈക്കോളജിയിൽ നമ്മൾ പല ടെക്നിക്സും ഒരുപാട് എന്താ പറയണ രണ്ടോ മൂന്നോ ടെക്നിക്സ് നമ്മൾ ജോയിൻ ചെയ്താണ് ഒരു ക്ലയന്റിനെ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഈ ഒറ്റ ടെക്നിക് കൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് വർക്കാവും. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ആണല്ലേ? ഇപ്പോ ഇതിന് വലിയ അതെ. ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ്. പിന്നെ പെട്ടെന്ന് റിസൾട്ടും കാണും EFTയിലൂടെ. സോ അതെ അതെ. യാ, സോ ഇനി താങ്ക് യു സോ മച്ച് സമയ മാം, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത്. ഇനി ആർക്കെങ്കിലും മാമിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം.
ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് സമയ മാം, നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിനും ആ എക്സ്പീരിയൻസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും ഒരുപാട് നന്ദി. താങ്ക് യു. സോ ഇനിയും ഒരുപാട് സക്സസ്ഫുൾ ആവട്ടെ ലൈഫ് എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു മാം. ആൻഡ് ഇനി ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മീൻസ് ഇനി ഇതിൽ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്താൽ വർക്ക് ആവുമെന്ന് ഡൗട്ട് അടിച്ച് നിൽക്കാതെ മാക്സിമം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഒരു ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ എ ഗ്രേറ്റ് ഡേ. Thank you, ma'am. താങ്ക് യു.